തദ്ദേശ തിരഞ്ഞെടുപ്പ് കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലേക്കുള്ള രണ്ടാം ഘട്ട ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 16 വാർഡുകളിലേക്കുള്ള പട്ടികയാണ് പ്രഖ്യാപിച്ചത്. വാർഡ് 3 കീഴൂർ സൗത്ത് രേഷ്മ സുനിൽ, വാർഡ് 8 കക്കാട് മുരളീധരൻ, വാർഡ് 9 മുനിമട ബിനീഷ്, വാർഡ് 11 അയ്യപ്പപ്പറമ്പ് സെബാസ്റ്റ്യൻ, വാർഡ് 12 മീമ്പിക്കുളം രാജൻ അമ്മാട്ട, വാർഡ് 14 ഉരുളിക്കുന്ന് ദീപ ബിനു, വാർഡ് 16 കാണിപ്പയ്യൂർ നോർത്ത് ഷാലി തോമസ്, വാർഡ് 17 ടൗൺ ബിന്ദു വിജയകുമാർ, വാർഡ് 20 കണിയാമ്പൽ സഖി വി സൂര്യൻ, വാർഡ് 30 ചെമ്മണ്ണൂർ സൗത്ത് വി കെ രാജേന്ദ്രൻ, വാർഡ് 32 തെക്കൻ ചിറ്റഞ്ഞൂർ രജിത സജീഷ്, വാർഡ് 33 അഞ്ഞൂർകുന്ന് സുരഭി സജീഷ്, വാർഡ് 34 അഞ്ഞൂർ സജീഷ് കില്ലപ്പൻ, വാർഡ് 35 കാവിലക്കാട് ഗീത ശശി, വാർഡ് 36 ചിറ്റഞ്ഞൂർ എം വി ഉല്ലാസ്, വാർഡ് 37 ആലത്തൂർ ആദിൻ, വാർഡ് 19 വടുതല ബാബുരാജ് തുടങ്ങിയവരാണ് സ്ഥാനാർത്ഥികൾ. ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ബി.ജെ.പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ.ആർ. അനീഷ് മാസ്റ്റർ, രാജേഷ് കെ.എസ്., വിപിൻ കൂടിയെടുത്ത്, മണ്ഡലം പ്രഭാരി ഗിരീഷ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം 10 വാർഡുകളിലേക്കുള്ള പട്ടിക പ്രഖ്യാപിച്ചിരുന്നു. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നും ഇല്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. കടവല്ലൂർ എസ്.ജെ. പ്രസൻസിന്റെ പുതിയ അയ്യപ്പ ഭക്തിഗാനം പ്രകാശനം നടത്തി. പ്രശസ്ത കവിയും സിനിമാ ഗാനരചയിതാവുമായ B.K. ഹരിനാരായണന്റെ വസതിയിൽ വെച്ച് ഹരിനാരായണൻ ഗാനത്തിന്റെ യൂട്യൂബ് പ്രകാശനം നിർവഹിച്ചു. ഗാനരചയിതാവ് ജയൻ പാതാക്കര, സംഗീതവും ആലാപനവും നിർവഹിച്ച സുരേഷ് പ്രിയദർശിനി, വയലിനിസ്റ്റും കീബോർഡ് പ്ലെയറുമായ രവീന്ദ്രൻ, സംഗീത അധ്യാപകൻ ബാലൻ പെരുമ്പിലാവ്, ഷീജ ജയൻ, മാളവിക തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. ദുരാചാരങ്ങൾക്കും അനീതികൾക്കുമെതിരെ നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന ആശയത്തിലൂന്നി ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശാനുസരണമാണ് വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചത്. ചൂണ്ടൽ കണ്ടംചിറ പൂലോത്ത് വിജേഷിന്റെ വസതിയിൽ നടന്ന വീട്ടുമുറ്റ സദസ്സ് വെറ്റിനറി സർവകലാശാല മുൻ ഡീനും എഴുത്തുകാരനുമായ ഡോക്ടർ CB മനോമോഹൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷനായി. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി T. രാജഗോപാൽ മാസ്റ്റർ വിഷയാവതരണം നടത്തി. വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ, വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ പൂലോത്ത്, ജോയിന്റ് സെക്രട്ടറി CJ ഫ്രാൻസിസ്, ലൈബ്രറിയൻ ഹേമലത, വിജേഷ് പൂലോത്ത്, NK സുലൈമാൻ, ജിൻസി ഷൈജു എന്നിവർ സംസാരിച്ചു. പുതുതലമുറയിലുള്ളവരെ വായനയിലേക്ക് ആകർഷിക്കുന്നതിനൊപ്പം കേരളീയ സമൂഹം ജാതിമത ചിന്തകൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ നടത്തിയ നവോത്ഥാന പോരാട്ടങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിന്റെയും ഭാഗമായാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വായനശാലകൾ കേന്ദ്രീകരിച്ച് വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്,
അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കോട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കർ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. കോട്ടപ്പടി തിരുനാൾ ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിന്റെ സംയുക്ത തിരുനാളിന് മുന്നോടിയായി ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. വികാരി റവറൽ ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആദ്യ സംഭാവന ജനറൽ കൺവീനർ സോണി തോമസിൽ നിന്നും ആദ്യ പ്രസൂന്തേതി സിബിൽ ജോസ് തരകനിൽ നിന്നും വികാരിയച്ഛൻ സ്വീകരിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റിയും SL മീഡിയയും സംയുക്തമായി ഒരുക്കിയ തിരുനാൾ ലോഗോ തദ്വസരത്തിൽ പ്രകാശനം ചെയ്തു. 2026 ജനുവരി 1, 2, 3, 4 തീയതികളിലാണ് സംയുക്ത തിരുനാൾ. ചടങ്ങുകൾക്ക് അസിസ്റ്റന്റ് വികാരി റവറൽ ഫാദർ തോമസ് ഊക്കൻ, കൈക്കാരന്മാരായ സോണി തോമസ്, അലക്സ് ചീരൻ, ജോസി ചുങ്കത്ത്, മനീഷ് സുരേഷ്, കൺവീനർമാരായ റവറൽ സിസ്റ്റർ അൽഫോൺസ, ബോബി തോമസ്, ജസ്റ്റിൻ പനക്കൽ, ജോയൽ KK, ജാക്സൺ VF, ജെയ്സൺ NJ, പോൾ ചിറമ്മൽ, ബിജു KJ, സണ്ണി വെള്ളറ, ജാക്സി ജാക്സൺ, SL മീഡിയ അംഗങ്ങളായ ആദം ആന്റണി, ആൽവിൻ ക്രിസ്റ്റഫർ, PRO ബിജു അന്തിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 160ാമത് ശിലാസ്ഥാപന പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി. ഞായറാഴ്ച രാവിലെ ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് പെരുന്നാൾ കൊടി ആശീർവദിച്ചു. തുടർന്ന് വികാരി കൊടിയേറ്റം നടത്തി. മർത്ത മറിയം വനിതാ സമാജം ഒരുക്കിയ പെരുന്നാൾ പലഹാരം ആദ്യ വിൽപ്പന വികാരി നിർവഹിച്ചു. സെക്രട്ടറി ജെറീന ഏറ്റുവാങ്ങി. AD 1865 പരിശുദ്ധ അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ യുയാക്കി മോർ കുറിലോസ് ബാവയാണ് മോർ പത്രോസ് മോർ പൗലോസ് സ്ലീഹമാരുടെ നാമധേയത്തിൽ പള്ളി സ്ഥാപിച്ചത്. നവംബർ 20, 21 വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് ശിലാസ്ഥാപന പെരുന്നാൾ ആഘോഷം നടക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാപ്രാർത്ഥന, തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം, ആശീർവാദം എന്നിവ ഉണ്ടാകും. രാത്രി 9 തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ അകമ്പടിയോടെ കേരളത്തിലെ പേരുകേട്ട വാദ്യ കലാകാരന്മാരെ അണിനിരത്തി പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ച് പുലർച്ചെ പള്ളിയിൽ സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും നടക്കും. ഉച്ചയ്ക്ക് 12:30 പകൽ പെരുന്നാൾ ആരംഭിച്ച് വൈകിട്ട് 5 പള്ളിയിൽ സമാപിക്കും. തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യയുടെ പെരുന്നാൾ സമാപിക്കും. പെരുന്നാൾ കൊടിയേറ്റത്തിന് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പെരുന്നാൾ 2 ദിവസങ്ങളിൽ നൈസ് ന്യൂസ് ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ചെറുതുരുത്തി സെന്റ് ജോർജ് കുരിശുപള്ളിയുടെ കട്ടിളവയ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് നിർവഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, മറ്റു വൈദികർ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. പള്ളി ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, കുരിശുപള്ളി കമ്മിറ്റി രക്ഷാധികാരി CI ജോൺ, പ്രസിഡന്റ് ജാക്സൺ C ജോബ്, വൈസ് പ്രസിഡന്റ് MK ഷാജൻ, സെക്രട്ടറി KS ജിജു, ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് K വിൽസൺ, ട്രഷറർ PS സാബു എന്നിവർ നേതൃത്വം നൽകി.
IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. പോർക്കുളം സേവാഭാരതി കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്രരോഗ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളിൽ ഞായറാഴ്ച രാവിലെ 9:30 സീനിയർ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ CP രാവണ്ണിക്കുട്ടി ഭദ്രദീപം കൊളുത്തി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റും റിട്ടയർഡ് CBI പോലീസ് സൂപ്രണ്ടുമായ CB രാമദേവൻ സേവാ സന്ദേശം നൽകി. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി. ഐ ഫൗണ്ടേഷൻ ആശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ TR മണികണ്ഠൻ പദ്ധതി വിശദീകരിച്ചു. പോർക്കുളം സേവാഭാരതി സെക്രട്ടറി മണിക്കുട്ടൻ, ആരോഗ്യം ആയാമം കൺവീനർ സുദേശ് MA, സരസ്വതി ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ഫിസിയോതെറാപ്പിയിൽ ഉന്നത വിജയം നേടിയ സ്നേഹ KS, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സിൽ ഉന്നത വിജയം നേടിയ അനാമിക PC എന്നിവരെ ആദരിച്ചു. പോർക്കുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ബ്ലഡ് ഡൊണേഴ്സ് ഡയറക്ടറിയിലേക്കുള്ള 2ാം ഘട്ട രജിസ്ട്രേഷന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. 100-ലധികം പേർ ക്യാമ്പിൽ പരിശോധന നടത്തി. തിമിര ശസ്ത്രക്രിയയ്ക്ക് ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുത്തവരുടെ ശസ്ത്രക്രിയ അടുത്ത വെള്ളിയാഴ്ചയാണ് നടക്കുക. നേത്ര ചികിത്സയ്ക്ക് പുറമെ സൗജന്യമായി ബ്ലഡ് ഷുഗർ, പ്രഷർ, സാച്ചുറേഷൻ പരിശോധനകളും കേന്ദ്രാവിഷ്കൃത ഇൻഷുറൻസ് സ്കീമുകളുടെ രജിസ്ട്രേഷനും ക്യാമ്പിൽ നടന്നു. പാര വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ഫോട്ടോ ഫ്രെയിം നിരക്കിൽ ഇപ്പോൾ സ്വന്തമാക്കാം അക്രിലിക് UV HD പ്രിന്റുകൾ. കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകളുടെയും ഫ്രെയിം വർക്കുകളുടെയും വലിയ കളക്ഷനുമായി പാറയമ്പാടത്ത് ഈ വരുന്ന നമ്പർ 16 മുതൽ തുറന്ന പ്രവർത്തനം ആരംഭിക്കുന്നു ഫ്രെയിം പബ്. ഫോട്ടോ ഫ്രെയിംസ്, നെയിം ബോർഡ്സ്, അറബിക് കാലിഗ്രഫി, കസ്റ്റമൈസ്ഡ് അക്രിലിക് ക്ലോക്കുകൾ, മിനിയേച്ചേഴ്സ് തുടങ്ങി ഒരുപാട് കളക്ഷൻസ്, അതും സാധാരണക്കാർക്ക് അനുയോജ്യമായ വിലയിൽ. കൂടാതെ ഹോൾസെയിൽ പർച്ചേസുകൾക്കും സ്റ്റുഡിയോ ഫ്രെയിമുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇനി വാങ്ങാം മനസ്സിനിണങ്ങിയ സമ്മാനങ്ങൾ. ഫ്രെയിം ഹബ് നിയർ കോപ്പറേറ്റീവ് ബാങ്ക്, പാറയമ്പാടം.